അഹങ്കാരിയായ മാമ്പഴം. ഒരു നാൾ കോമൽ കുരുവി കുറച്ച് മരക്കട്ടകൾ എടുത്ത് തന്റെ വീട്ടിൽ നോക്കി പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീനു, നമ്മുടെ കാട്ടിലെ ഇപ്പോൾ മരക്കട്ടകൾ കിട്ടുന്നത് വളരെ കഷ്ടമാണ്. ഞാൻ ഈ മരക്കട്ടകളെല്ലാം അടുത്ത കാട്ടിൽ നിന്ന് എടുത്തു വന്നതാ. നീ ഈ മരക്കട്ടകളൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വാ. ശരി ചേട്ടാ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ചന്തയിലേക്ക് പോയിക്കൊള്ളാം. നിങ്ങൾ ആകെ ക്ഷീണവനായിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുത്തിട്ടാ. അതും പറഞ്ഞ് മീനുകുരുവി ആ കട്ടകളൊക്കെ എടുത്തിട്ട് ചന്തയിലേക്ക് പറന്നുപോയി. ചന്തയിലെത്തിയ മീനുകുരുവി തന്റെ മരക്കട്ടകളെല്ലാം വിറ്റിടാൻ തുടങ്ങി. ആ സമയത്ത് ചെഞ്ചം പറവ ചില കായ്കനികൾ ചേർത്ത് ഒരു മാമര ചെടിയും വിട്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേ മീനുകുരുവിയുടെ അടുത്ത് റാണി എന്നൊരു കാക്ക പറന്നു വന്നു. വരൂ വരൂ, എന്റെ അടുത്തുള്ള മരക്കട്ടകളെല്ലാം ചെറിയ വിലയില. നിങ്ങൾക്ക് മരക്കട്ടകൾക്ക് ഈസിയായിട്ട് കിട്ടും. അങ്ങനെ റാണി കാക്ക മീനുകുരുവിയുടെ അടുത്ത് നിന്ന് കാശ് കൊടുത്ത് ആ മരക്കട്ടകൾ മുഴുവനും വാങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് പറന്നുപോയി. മരക്കട്ടകൾ വിറ്റ് കാശെടുത്ത് മീനുകുരുവി ആ മാമര ചെടിയെ വാങ്ങിയ വീട്ടിലേക്ക് പറന്നു പോയി. മീനു, വന്നു നീ. എനിക്ക് വളരെ വിശക്കുന്നുണ്ട്. മരക്കട്ട വിറ്റ കാശ് കൊണ്ട് നീ എന്താ വാങ്ങിയത്? അയ്യോ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ കാശില് ഒരു മാമരത്തിന്റെ ചെടി വാങ്ങി. മാമരമോ? എന്താ നീ പറയുന്നത്? നിനക്ക് എന്താ, തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ എന്താ ഈ ചെടിയെ കഴിക്കാം? ചേട്ടാ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഈ മാമരം നമുക്ക് വലിയ മരമാക്കി മാറ്റാൻ. നമുക്ക് ദിവസവും നിറയെ മാമ്പഴം കിട്ടും. അതും പറഞ്ഞ് മീനുകുരുവി ആ ചെടി എടുത്ത് ഒരു തോട്ടത്തെ നോക്കി പറന്നു പോയി. അഴകാർന്ന തോട്ടത്തിന് നടുവില് മീനുകുരുവി ആ മാമരത്തിന്റെ ചെടി നട്ടുവെച്ചു. ശരി, ഞാൻ നിന്നെ നല്ലോണം നോക്കട്ടോ. നിനക്ക് എല്ലാ ദിവസവും വെള്ളം കൊണ്ടുതരാം. നീ വേഗം വളർന്ന് എനിക്ക് നിറയെ മാമ്പഴം തരണേ. ഓക്കേ? മീനുകുരുവി ആ മാമരത്തിന് എല്ലാ ദിവസവും സംസാരിച്ചോണ്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഓരോ ദിവസം മീനുകുരുവി ആ മാമരത്തിന്റെ ചെടിയോട് വളരെ നല്ല രീതിയിൽ നോക്കി. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞു പോയി. ഒരു ദിവസം മീനുകുരുവി ആ മാമരത്തിനടുത്ത് വന്നപ്പോൾ ആ മാമരത്തിൽ നിറയെ കായകൾ വന്നിട്ടുണ്ടായിരുന്നു. ഹാവു, എന്റെ ആഗ്രഹം സഹിക്കാൻ പോകുന്നു. മാമരമേ, നിനക്ക് ഒരുപാട് നന്ദി. നീ ഇപ്പൊ എനിക്ക് നിറയെ കനികൾ തരാൻ തുടങ്ങി. കുരുവി, നീ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? നീയല്ലേ എനിക്ക് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം നോക്കിയേ. അതുകൊണ്ടാ ഇത്രയും ചെറിയ കാലം കൊണ്ട് എന്നെ കൊണ്ട് ഇത്രയധികം കനി തരാൻ തുടങ്ങിയത്. അങ്ങനെ മീനുകുരുവും മാവുമരവും സംസാരിക്കുന്ന സമയത്ത് വെട്ടുക്കിളി അവിടേക്ക് പറഞ്ഞു വന്നു. ആഹാ, നീ ആള് കൊള്ളാലോടി. ഒരു കുഞ്ഞു ചെടി ഇത്ര വേഗം ഇത്ര വലിയ മരമാക്കിയല്ലോ. വളരെ നന്ദി വെട്ടുചേട്ടാ. ഇതിന്റെ പഴത്തിനൊക്കെ എടുത്ത് ഞാൻ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാ. അതും പറഞ്ഞ് മീനുകുരുവിയും വെട്ടുകിളിയും തന്റെ വീട്ടിലേക്ക് പറന്നുപോയി. ആ പച്ചമാങ്ങയിലെ ഒരു മാങ്ങക്കായ മാത്രം എപ്പോഴുമേ അഹങ്കാരത്തോടെ നിന്നിരുന്നു. ഒരു ദിവസം അതിനടുത്ത് കാലും റാണി എന്നുള്ള 2 കാക്കകൾ പറന്നു വന്നു. ഏയ് ചിച്ചി, മാറി നിൽക്കേ പറവകളെ. എന്റെ അടുത്ത് വന്നിരിക്കല്ലേ. നീ ഒന്നും ചെയ്യാൻ വന്നില്ലല്ലോ. എന്തിനാ നീ എന്ത് അഹങ്കരിക്കുന്നത്? ഞങ്ങൾക്ക് വിശക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിനക്കിത് പ്രശ്നമുണ്ട്? എനിക്കെന്ത് പ്രശ്നമെന്നോ? ഞാൻ എത്ര സുന്ദരിയായ മാങ്ങയാണ്. ഇന്നെ പോലെ പറവുകളൊന്നും എന്റെ അടുത്തൊന്നും വരാൻ പറ്റില്ല. ആ പച്ചമാങ്ങയുടെ അഹങ്കാരം കാരണം 2 പക്ഷികളും അവിടെ നിന്ന് പറന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേ ആ മാമരത്തിലെ എല്ലാ മാങ്ങകളും പഴുത്തു കൊടുത്തു. ആ അഹങ്കാരായ മാങ്ങയും വളരെ നല്ല മഞ്ഞ നിറത്തിലായി. അത് സ്വന്തം സന്തോഷിച്ചു തുടങ്ങി. കുരുവി, നിന്റെ അധ്വാനത്തിന് ഇതാ ഫലം കിട്ടാൻ പോകുന്നു. നീ ഈ മാങ്ങളൊക്കെ എടുത്ത് എല്ലാം ഉണ്ട് ആ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കേ. മാവുമരമേ, ഞാൻ നിന്നോട് സത്യമായിട്ട് നന്ദി തരണം. അത് പറഞ്ഞ് മീനുകുരുവി കൂടയിലെ ആവിലുള്ള എല്ലാ മാമ്പഴം പറിച്ചു വെച്ചു. പക്ഷെ അഹങ്കാരിയായ മാമ്പഴം മാത്രം എന്നെ പറിക്കരുതെന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഏയ് കുരുവി, എന്നെ ആരും പറിക്കാൻ പറ്റില്ല. ആരും എന്നെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇവിടുന്ന് പോ. പക്ഷെ മാമ്പഴമേ, ഈ പറവകളൊന്നും നിന്നെ കഴിച്ചിട്ടെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് നിനക്ക് ഒരു ഉപകാരവുമില്ല. പറവുകൾ എന്നെ കഴിച്ചാലേ എന്റെ സൗന്ദര്യമൊക്കെ പോകും. ആരും എന്നെ പറിക്കാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോ. കുരുവി, നീ അഹങ്കാരിയായ മാമ്പഴത്തിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും അതിന് മനസ്സിലാവാൻ പോകുന്നില്ല. നീ എന്നെ ഓർത്ത് ആ മാമ്പഴത്തിനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോ. മാമരം അങ്ങനെ പറഞ്ഞതോ മീനുകുരുവി
കുരുവി അവിടെ നിന്നും മാർക്കറ്റിലേക്ക് പറന്നുപോയി. ചന്തയില് നിറയെ പറവകൾ മീനുക്കുരുവിയുടെ മാമ്പഴത്തെ വാങ്ങി. വാവ്, മീനു ഒരുപാട് പാടമുണ്ടല്ലോ. നീ തുടങ്ങി. ആ മാവ് മരം എനിക്ക് ഒരുപാട് മാമ്പഴങ്ങൾ തന്നു. ആ മാമ്പഴങ്ങളൊക്കെ വിറ്റ് കഷാ ഇത്. നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ആ മരം ദിവസവും നമുക്ക് മാമ്പഴം തരും. ഇങ്ങനെ സംസാരിച്ച് ആ പറവകൾ വളരെ സന്തോഷത്തോടെ ഇരുന്നു. ഒരു ദിവസം ഒരു വയസ്സായ കുരുവി ആ മാമരത്തിന്റെ അടുത്തേക്ക് പറന്നു വന്നു. അയ്യോ, എന്തൊരു വെയിലാണ് ഇവിടെ. കുറച്ച് സമയം ഈ മരത്തിന്റെ തണലിൽ ഇരിക്കാം. അതും പറഞ്ഞ ആ വയസ്സായ കുരുവിയുടെ കണ്ണിലെ ആ അഹങ്കാരിയായ മാമ്പഴം കണ്ടു. ഹായ്, നല്ല മാമ്പഴം. ഇത് കഴിച്ചാൽ എന്റെ വിശപ്പ് മാറും. അതും പറഞ്ഞ് ആ വയസ്സായ കുരുവി മാമ്പഴത്തിന്റെ അടുത്ത് പോയി പറിക്കാൻ ഒരുങ്ങി. ചീച്ചി, വയസ്സായ കുരുവി മാറി നിക്ക്. നിനക്ക് എന്താ ഭ്രാന്താ എന്നെ പറിക്കാനാ നോക്കുന്നേ? മാമ്പഴമേ, എനിക്ക് വളരെ വിശക്കുന്നുണ്ട്. നിന്നെ കഴിച്ചാലേ എന്റെ വിശപ്പ് മാറും. നീയൊക്കെ എന്നെ കഴിക്കാനുള്ള ആളൊന്നായില്ലട്ടാ. അതും പറഞ്ഞ് ആ മാമ്പഴം വയസ്സായ കുരുവിയുടെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു. ഇതൊക്കെ കേട്ട മാമ്പഴത്തിന് വളരെ ദേഷ്യം വന്നു. മാമ്പഴമേ, ദിവസം കൂടുന്തോറും നിന്റെ അഹങ്കാരം കൂടുകയാണല്ലോ. നോക്കിക്കോ, ഞാൻ എന്താ ചെയ്യാൻ. അതും പറഞ്ഞ ആ മാവ് മരം ആ മാമ്പഴത്തെ അവിടെ നിന്നും താഴേക്കിട്ടു. വയസ്സായ കുരുവി, നിങ്ങള് വിശപ്പ് തീരുമ്പോഴേ ഈ മാമ്പഴത്തെ കഴിച്ചോളൂ. മാവ് മരമേ, ആര് കരുതിയാലും എന്നെ കഴിക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് മാമ്പഴം വളരെ വേഗത്തിൽ അവിടെ നിന്നും പോയി. അങ്ങനെ ഓടി ഓടി മാമ്പഴം ഒരു പൊന്തക്കാടിൽ പോയി ഒളിച്ചിരുന്നു. ഹവോ, ഇനി എന്നെ ആരും കാണാൻ പറ്റില്ല. ആരും വിചാരിച്ചാലും എന്നെ കഴിക്കാനും പറ്റില്ല. ഇത്ര ദൂരം വന്നത് കൊണ്ട് എനിക്ക് വളരെ ഗുണമായി. ആദ്യം ഒന്ന് ഉറങ്ങാം. അതും പറഞ്ഞ് ആ മാമ്പഴം അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. മാമ്പഴം ഉറങ്ങുന്ന സമയത്ത് ആ മാമ്പഴത്തോടെ നിറം ഫുള്ള് മാറി ഇളകി വന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ മാമ്പഴം തന്റെ നിറത്തെ കണ്ട് പേടിച്ചു പോയി. അയ്യോ, എന്റെ ഭംഗിയുള്ള നിറൊക്കെ പോയല്ലോ. അയ്യേ, എന്നെ നാറിപ്പൊട്ടുന്നു. അയ്യോ, അപ്പൊ എല്ലാരും പറഞ്ഞ ശരിയാണല്ലേ. ആരും എന്നെ കഴിച്ചില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അളകുമെന്ന്. ഞാൻ ഇങ്ങനെ ഇരിക്കും കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാമായിരുന്നു. അതും പറഞ്ഞ് മാമ്പഴം മറ്റു പറവകളോട് ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്ത് വളരെ സങ്കടപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ മാമ്പഴം അവിടെ തന്നെ മരിച്ചുപോയി. കുഞ്ഞുമക്കളെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് നല്ല നിലയിൽ സംസാരിക്കുകയും പെരുമാറുകയും വേണം. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കണം.